ശ്രീ റജി ചെറിയാൻ, എന്തിനാണ് NCP വിടുന്നത്? എന്താണ് പെട്ടെന്നുണ്ടായ പ്രകോപനം? പെട്ടെന്നുണ്ടായ പ്രകോപനമല്ല ഇത്. ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ NCP എന്ന പ്രസ്ഥാനത്ത് വന്നിട്ട് 2.5-3 വർഷമാകുന്നു. ആലപ്പുഴ ജില്ലയിൽ NCPക്ക് ഒരു MLA ഉള്ള മണ്ഡലമാണ് കുട്ടനാട്. അപ്പം ഈ MLA പാർട്ടി പ്രവർത്തകരെ എല്ലാവരെയും മാറ്റി നിർത്തി ഈ സംസ്ഥാന കമ്മിറ്റിക്കെതിരെയും പാർട്ടിക്കെതിരെയും പല രീതിയിലുള്ള പ്രകോപനങ്ങളും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിയിട്ടും MLAക്കെതിരെ നടപടിയില്ല. എന്നാൽ പാർട്ടിയിലെ ഒരാൾ ഒരു പ്രശ്നമുണ്ടാക്കിയാൽ ആ വ്യക്തിക്കെതിരെ നടപടിയെടുക്കുക, ആ വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, ഇങ്ങനെയുള്ള നടപടികളാണ് NCP എന്ന പ്രസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സംഘടനയിൽ ആരോട് എന്തു പറഞ്ഞാലും അവർക്ക് സംഘടനയിലെ പ്രശ്നം തീർക്കണമെന്നോ പാർട്ടിയിൽ നിൽക്കുന്നവരെ പിടിച്ചു നിർത്തണമെന്നോ ഇല്ല. കാലാകാലങ്ങളായിട്ട് അവർ ചെയ്യുന്നത് പാർട്ടിയിൽ വരുന്നവരെ സ്വീകരിക്കുകയില്ല, എന്നാൽ എത്ര പേര് പോകുന്നോ എന്ന് മാത്രം നോക്കി നിൽക്കുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള കാലാകാലങ്ങളായി NCPയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ട്. അതിൽ വളരെ കഷ്ടത അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഈ ഭരണത്തിൽ വന്നതിന് ശേഷം അങ്ങനെയുള്ള ഈ പാർട്ടിയിൽ കഷ്ടപ്പെട്ട് കാലങ്ങളായി നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റിൻ്റെ അവരെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കുവാൻ പറഞ്ഞിട്ട് അത് സംസ്ഥാന പ്രസിഡന്റ് പറയും ചെയ്യണമെന്ന് മന്ത്രിക്ക് എഴുതി കൊടുത്താൽ അത് MLA പോയി പറയും കൊടുക്കരുത്. അപ്പോൾ ഇങ്ങനെ ഇതിനകത്തിലെ പടലപ്പിണക്കങ്ങളും പാർട്ടി ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രവർത്തനയും ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള കഴിവില്ലായ്മയും MLAയുടെ ഈ പ്രവർത്തനങ്ങളും ഞങ്ങളെ വളരെയധികം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും NCP പ്രവർത്തകർക്ക് ആലപ്പുഴ ജില്ലയിൽ 2 പാർലമെൻറ്റ് മണ്ഡലത്തിലും ഒരാളും വർക്ക് ചെയ്യാനുള്ള പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി വർക്ക് ചെയ്യാനുള്ള അവസരം ഈ MLA ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളെയും ബ്ലോക്കിലെയും ആൾക്കാരോട് പറഞ്ഞേക്കുന്നത്, നിങ്ങളാരും കുട്ടനാട്ടിൽ കയറരുതേ, അവിടെ 144 പോലെയാണ്, അവിടെ നിങ്ങളാരും കയറണ്ട, അവിടെ MLA മാത്രം പാർട്ടിയെ നയിച്ചോളും. അപ്പോൾ ഇങ്ങനെയുള്ള രീതികളിലും കുട്ടനാട്ടിൽ ഇതൊന്നും ഉൾക്കൊണ്ട് പോകാൻ കഴിയാത്ത കുറേ ആൾക്കാരും അവിടെയുണ്ട്. അവരെല്ലാം സഹിച്ച് ക്ഷമിച്ച് നിന്നത് വർഷങ്ങളായി. പാർട്ടിയിലെ സ്ത്രീകളുണ്ടെങ്കിൽ അവരെ മോശമാക്കുക, പാർട്ടി പ്രവർത്തകർക്ക് നിങ്ങൾക്കറിയാം, എല്ലാ മാധ്യമങ്ങളിലും ചാനലുകളിലും വന്നാണ് ഞാൻ MLA വധിക്കാൻ ശ്രമിച്ചു, അങ്ങനെ ഒരു കേസ് ഒരു ദിവസം കൊണ്ടുണ്ടായി. എന്നാൽ ഇങ്ങനെ ഒരു കേസുണ്ടായിട്ട് അത് വെറും കള്ളക്കേസാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും നിയമസഭയിലും മുഖ്യമന്ത്രിയുടെ മുമ്പിലും എല്ലായിടത്തും ചെന്നാണത്. അതിനൊരു യാതൊരു തെളിവുമില്ലെന്നും പോലീസിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലും കൊടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഈ MLA. അങ്ങനെ ഒരു MLA എന്നെക്കൊണ്ടുള്ളൊരു വ്യക്തിക്കെതിരെ അങ്ങനെ ഒരു കേസ് കൊടുത്ത് പാർട്ടിയെയും സമൂഹത്തിലും തെറ്റിദ്ധരിപ്പിച്ച് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്നോട് ഈ സംസ്ഥാന കമ്മിറ്റിയിലെ സംസ്ഥാന പ്രസിഡന്റ് ആരും ചോദിച്ചിട്ടില്ല എന്തായി എങ്ങനെയായി. എന്നാൽ അത് MLA ഒരു തെറ്റല്ലേ കാണിച്ചേ. ഇതൊന്നും അവർക്കതൊന്നും ഇതല്ല. ശ്രീ റജി, MLA തോമസ് കെ തോമസ്, അദ്ദേഹം പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയെയും അതുപോലെ മന്ത്രി AK ശശീന്ദ്രനെയും ചീത്ത വിളിച്ച് നടക്കുകയാണല്ലോ. അദ്ദേഹം എപ്പോഴും ഇവർക്കെതിരെയാണല്ലോ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു കെമിസ്ട്രി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. MLA പറയുന്നത് 2.5 വർഷം വെച്ച് 2 MLA ഉള്ള പാർട്ടിയിൽ എനിക്ക് മന്ത്രിസ്ഥാനം വേണം. അതെ, ആ സമയത്ത് തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, MLA എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയിലെ സംഘടനാ മര്യാദ എന്താണെന്നറിയില്ല. ആ സമയത്ത് തന്നെ MLA സംസ്ഥാന പ്രസിഡന്റ് തെറി വിളിക്കും. ഞങ്ങൾ പറയുന്നത് ഒന്നുകിൽ MLAക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുക, അല്ലെ അയാൾക്കെടുത്തൊരു നടപടിയെടുക്കുക. അപ്പോൾ ഈ 2 കാര്യത്തിനും സാധ്യമല്ല.
അപ്പോൾ പ്രവർത്തകർ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കുക, MLA അങ്ങനെ നിർത്തുക. എന്താണെന്ന് ചോദിച്ചാൽ ഈ പാർട്ടിയിൽ 2 MLA ഉള്ളൂ, ഒരു MLA പോയാൽ മന്ത്രിസ്ഥാനം ഇല്ലാതായാലോ? ഇങ്ങനെയായ ഒരു സംഘടനയെ നിലനിർത്താൻ സാധിക്കുമോ? ഈ സംഘടനയെ കാലാകാലങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന ആൾക്കാർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? അല്ല ശ്രീ റെജി, ഇപ്പോൾ NCPയിൽ ഇപ്പോൾ എത്ര ഗ്രൂപ്പുകൾ ഉണ്ട്? ഇപ്പോൾ തോമസിൻ്റെ നേതൃത്വത്തിലൊരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു, AK ശശീന്ദ്രനും ഒരു ഗ്രൂപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, PC ചാക്കോയുടെ നേതൃത്വത്തിലും ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ താങ്കൾ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ താങ്കൾ PC ചാക്കോയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരിൽ ഒരാളാണ് എന്നുകൂടി അറിയുന്നു. അപ്പോൾ ശ്രീ റെജി ചെറിയാൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം NCP വിടാൻ തീരുമാനിച്ചു. നോക്കൂ, അവിടെ അതിൻ്റെ സൂചനകൾ ഇദ്ദേഹവും നമ്മുടെ സംസ്ഥാന അധ്യക്ഷനും നിങ്ങളോടൊപ്പം പുറത്തേക്ക് പോകും എന്നാണോ മനസ്സിലാക്കേണ്ടത്? സംസ്ഥാന അധ്യക്ഷൻ ഈ പാർട്ടിയിൽ വന്ന് ഇതിനെ നന്നാക്കാൻ വന്നതാണ്. പക്ഷേ ഈ പാർട്ടിയിലെ ആൾക്കാർക്ക് ഇത് നന്നാക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. കാരണം കാലാകാലങ്ങളായിട്ട് 3 അസംബ്ലി മണ്ഡലം കിട്ടും, അതിലൊന്ന് തോക്കും, 2 എണ്ണം കാലാകാലങ്ങളായിട്ട് ജയിക്കും. അതിൻ്റെ കെയർ ഓഫിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ കൂടുതൽ ആൾക്കാർ ഈ പാർട്ടിയിലുണ്ടെങ്കിൽ അത് വീതിച്ചെടുക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് ഇവർക്ക് കുറച്ച് പേര് മാത്രം മതി. കാരണം ഇവർ ഈ പാർട്ടിയുടെ കഴിവുകൊണ്ടൊന്നും ജയിക്കുന്ന ഒരു നിയോജകമണ്ഡലം ഇല്ല. അപ്പോൾ അങ്ങനെ ഇതിനകത്തിൽ വന്ന് പെട്ടുപോയ ഒരാളാണ് സംസ്ഥാന പ്രസിഡന്റ് എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം പുള്ളി ഒരു ഗ്രൂപ്പിനെയും സ്ഥിരമായിട്ടില്ല. പുള്ളിയെടുക്കെ ആര് വന്ന് പറയുന്ന പുള്ളി അന്നേരം അത് കേൾക്കുന്നു എന്നുള്ളതല്ലാതെ ഇവിടെ യഥാർത്ഥ ഗ്രൂപ്പ് ശശീന്ദ്രനും തോമസ് കെ തോമസും ആണ്. കാരണം തോമസ് കെ തോമസിൻ്റെ കൂടെ ആരുമില്ലെങ്കിലും തോമസ് കെ തോമസ് ഒരു MLA ആയതുകൊണ്ട് എന്തുമാവാം. അപ്പം ശശീന്ദ്രനെ സംബന്ധിച്ചോളം ശശീന്ദ്രൻ 5 വർഷം മന്ത്രിസ്ഥാനത്തിൽ ഇരുന്നേ പറ്റൂ. കാരണം എൻ്റെ പാർട്ടിക്കാർ ശശീന്ദ്രനോട് പരാതി പറയാൻ ചെന്നു ആലപ്പുഴ ജില്ലയിലെ പ്രശ്നങ്ങളെ പറ്റി. അപ്പോൾ ശശീന്ദ്രൻ പറഞ്ഞു, മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് ഒരു അലങ്കാരമാണ് പ്രവർത്തകരെ, ഞാൻ ഇതും കൊണ്ട് ഇവിടെ ഇരുന്നോട്ടെ, ഇതുകൊണ്ട് വേറൊന്നും ചെയ്യാനുള്ളതല്ല, ഞാനൊരു അലങ്കാരമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കാലാകാലങ്ങളായിട്ട് ഒരാൾ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെയാണോ പറയണ്ടേ ചെല്ലുന്ന പ്രവർത്തകരോട്? അപ്പോൾ ഇതിനകത്തിലെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ശക്തമായ ഗ്രൂപ്പ് അവരുടെയാണ്. അവർക്ക് ഏതെങ്കിലും രീതിയിൽ PC ചാക്കോയും കൂടി ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. അവർക്ക് നാളെ കാലങ്ങളിൽ ഇതിനെക്കാട്ടിൽ വൃത്തിയായിട്ട് ഈ പറഞ്ഞ കൂട്ട് പഴയ കാലത്ത് എങ്ങനെയായിരുന്നു അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും. ഒരു MLA എന്തെങ്കിലും മിണ്ടാൽ ഉടനെ പറയുന്നത് എന്താ, ഇത് എൻ്റെ പാർട്ടിയാണ്, എൻ്റെ സഹോദരൻ ഉണ്ടാക്കിയ പാർട്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, കേരളത്തിൽ ഉടനീളം 3 അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കുന്ന 2 MLA-മാരുള്ള ഒരു പാർട്ടിയിൽ ഒരു MLA പറയുന്നു ഈ പാർട്ടി എൻ്റെ കുടുംബസ്വത്താണെന്ന്. ഇതിന് പോലും നടപടിയില്ല. വാടാ പോടാന്ന് സംസ്ഥാന പ്രസിഡന്റിനെ വിളിച്ചാൽ അതിന് നടപടിയില്ല. പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചാൽ നടപടിയില്ല. കാരണം ആലപ്പുഴ ജില്ലയിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയാലും അതിന് MLA-ക്ക് ഒരു കുഴപ്പമില്ല. പാർട്ടിയെപ്പറ്റി ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അവർ പുറത്താവും. ഈ രീതി കൊണ്ടുപോകുന്ന ഒരു സംഘടനയിൽ എങ്ങനെ നിൽക്കാൻ പറ്റും? അപ്പം ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഞങ്ങളെ ബന്ധപ്പെട്ട് ആൾക്കാർ ഒന്നടങ്കം നിൽപ്പുണ്ട്. ഞങ്ങൾ ഉചിതമായ എടുത്ത് ഞങ്ങൾക്ക് ആ ഒരു തീരുമാനമനുസരിച്ച് ഞങ്ങൾ പാർട്ടി വിടുന്നതായിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ ആഘാതത്തിൽ നിന്ന് ഇതുവരെയായും മുക്തമായിട്ടില്ല. ഇപ്പോഴിതാ ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട 2 ഘടകകക്ഷികളുടെ നേതാക്കന്മാരാണ് ഈ വേദിയിൽ താങ്കളോടൊപ്പം ഇരിക്കുന്നത്. അവരുടെ പരിദേവനങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ ആക്ഷേപങ്ങൾ ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. എങ്ങനെ നോക്കിക്കാണുന്നു? BJP ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ടോ? പ്ലീസ് അൺമ്യൂട്ട്. ഹലോ, കേൾക്കാം. അനിൽജി, ഇതില് ഇനിയിപ്പോ ഇവരോട് ചോദിച്ചു നോക്കാം, NDA മുന്നണിയുമായിട്ട് നിങ്ങൾ സഹകരിക്കുന്നുണ്ട്, വെറുതെ അവർ സഹകരിക്കാൻ വേണ്ടിയിട്ടോ സഹകരിക്കാതിരിക്കുക അവരുടെ ഇഷ്ടം. അപ്പോ അവർ ടൈപ്പ് ചെയ്ത് വെച്ചൊരു മറുപടി ഉണ്ടാവും, വർഗീയതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി
ഈ ഉഡായിപ്പം പറഞ്ഞ് കുറെ കൊല്ലമായിട്ട് ഇവർ നടന്നു തുടങ്ങി. ഇവരിങ്ങനെ ശോഷിക്കുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഇവരുടെയൊക്കെ നിങ്ങൾ രണ്ടുപേരുടെ വർത്തമാനം കേട്ടോ. ഞാൻ അവരോട് എല്ലാ ബഹുമാനം നിർത്തിക്കൊണ്ട് തന്നെ മന്ത്രിയെ തന്നില്ല, മറ്റേ പ്രോസിക്യൂട്ടർ വെച്ചില്ല എന്ന് പറഞ്ഞാലേ അധികാരത്തിൽ അങ്ങോട്ട് കൈയിട്ട് വരാനുള്ള സൗകര്യം കൊടുത്തില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ചോ. ഇവർ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിൽ രണ്ട് MLA പറഞ്ഞാൽ പ്രസിഡന്റ് കേൾക്കില്ല, പ്രസിഡന്റ് പറഞ്ഞവനെ MLA വെട്ടുന്നു. അത് ഇവരുടെ ഇന്റേണൽ ഇഷ്യൂ ആണ്. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താണ് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി? ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നമൊന്നുമില്ല. ഈ പ്രശ്നം ഒരു പ്രശ്നമല്ല, അത് അവർ തമ്മിലുള്ള ഇന്റേണൽ വിഷയങ്ങളാണ് പറയുന്നത്. 1.2 ഉണ്ടായിട്ട് അയാൾക്ക് മന്ത്രിസ്ഥാനം കൊടുത്തു, 2.3 ഉണ്ടായിട്ട് അയാൾക്ക് മന്ത്രിസ്ഥാനം കൊടുത്തു, 3.2 ഉണ്ടായിട്ട് എനിക്ക് മന്ത്രിസ്ഥാനം തന്നില്ല, വയ്യാതെ കാറിൽ കയറിപ്പോയി, ഞങ്ങൾ ചർച്ച നടത്തിയിട്ടും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. ഇതൊക്കെ ഒരു വീട്ടിൽ നടക്കുന്ന ചർച്ചയ്ക്ക് അവരുടെ പ്രശ്നങ്ങളും പരാതികളും അവർ പറഞ്ഞോട്ടെ. കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയ്ക്കും വലതുപക്ഷ രാഷ്ട്രീയ സംഘടനയ്ക്കും നേരിട്ടുള്ള മൂല്യച്യുതിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എന്താണ് ജനങ്ങൾ അവരെ കൈവിടുന്നത്? ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടന ഇന്ന് ആലപ്പുഴയിൽ നിന്ന് മാറി ആലത്തൂർ മാത്രമായി ഒതുങ്ങി. നിങ്ങൾ ആ വിഷയം ചർച്ച ചെയ്യണം. കെ രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി ആലത്തൂർ ജയിച്ചു എന്നുള്ള സത്യമാണ്. അതെന്തുകൊണ്ടാണ്? കോൺഗ്രസിന്റെ രമ്യ ഹരിദാസ് ഒന്നും ചെയ്തില്ല 5 വർഷക്കാലം, ജനങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് കൊണ്ട് ആ വൈരാഗ്യം തീർത്തുകൊണ്ട് മാത്രം ജയിപ്പിച്ചു വിട്ടു. എന്നിട്ടും ചേലക്കരയിൽ ഇദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ മുന്നണിയുടെ വോട്ടൊന്നും നിങ്ങൾ എണ്ണി നോക്കിയേ. വെറും 19,000 ചില്ലുവാനം വോട്ടുകൾക്ക് നിരങ്ങിക്കയറുകയാണ് ചെയ്തത് ഒരു പാർലമെന്റ് സംവിധാനത്തിനകത്ത്. അവിടെയാണ് നിങ്ങൾ ഈ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനം കേരളക്കര തിരസ്കരിച്ചു തുടങ്ങി. ആശയപരമായിട്ടുള്ള വോട്ട് ഷിഫ്റ്റ് സംഭവിച്ചു തുടങ്ങി. അല്ലാതെ ഇതൊരു തെരഞ്ഞെടുപ്പിൽ മാത്രമായിട്ടല്ല. ഈ BJP NDA സഖ്യം മൂന്നാമത് ഒരു മുന്നണിയെ കേരളത്തിലെ ഘടകങ്ങൾ സ്വീകരിച്ചു തുടങ്ങി, കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു തുടങ്ങി. ജാതി മത വർഗ വർണ്ണന ഉണ്ടാക്കിക്കൊണ്ട് വേർതിരിവ് നടത്തി 4ഉം 8ഉം 16ഉം ആക്കി ജനങ്ങളുടെ മനസ്സിനെ കബളിപ്പിച്ചിരുന്ന ഇവരുടെ രാഷ്ട്രീയം ജനങ്ങൾ വിരോധമായി കണ്ടു തുടങ്ങി. 19% മുതൽ 20% വരെ NDAക്ക് വോട്ട്. ആ വോട്ട് ഷിഫ്റ്റ് എന്ന് പറയപ്പെടുന്നത് ഒരു സ്ഥലത്തുണ്ടായിട്ടുള്ള ഒരു മാറ്റത്തിന്റെ ഭാഗമല്ല. നിങ്ങൾ തിരുവനന്തപുരത്ത് ബഹുമാനായ ശ്രീ രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്കലിൽ ബഹുമാനായ ശ്രീ V മുരളീധരനും തോറ്റ വോട്ടുകൾ എന്ന് പറയപ്പെടുന്ന ഒരേ ശൈലി വോട്ടുകളാണ്. 15,000-ഓളം 15,000-ന്റെ താഴെയുള്ള വോട്ടുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാസർഗോഡകത്ത്, പാലപ്പുഴയിലകത്ത്, പാലക്കാടിനകത്ത്, ഈവൻ ആലത്തൂരിനകത്ത്, തൃശ്ശൂരിനകത്ത്, അങ്ങനെ തൃശ്ശൂർ ഞങ്ങൾ ജയിച്ചു പോയ യാഥാർത്ഥ്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടുത്തെ കൺസോളിഡേറ്റഡ് മാധ്യമങ്ങൾ അടക്കം LDFനും UDFനും ഉറപ്പിച്ച് മുന്നിൽ നിന്നു. സുരേഷ് ഗോപി 3ാം തവണത്തേക്ക് തള്ളിയിട്ടു പോയി എന്ന് പറഞ്ഞു. മുരളീധരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് സംവിധാനം പരിപൂർണമായി വോട്ട് ഷിഫ്റ്റ് ഉണ്ടാക്കി ഇടതുപക്ഷത്തിനെ സഹായിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും തൃശ്ശൂരിൽ BJP വിജയിച്ചു വന്നുവെങ്കിൽ ആശയപരമായിട്ടുള്ള ഒരു വോട്ട് ഷിഫ്റ്റ് സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളിൽ അടക്കം വന്നു. അവിടെ ഇവരുടെ വർഗീയ കാർഡ് ഇറക്കിയിട്ടുള്ള പ്രവർത്തനം ഇടതുപക്ഷം ഉപേക്ഷിക്കേണ്ട കാലമായിരിക്കുന്നു. 8 വർഷക്കാലമായിട്ട് പിണറായി വിജയൻ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മൾ 10 വർഷക്കാലമായി എനിക്ക് കുറച്ച് സമയം തരണം അനിൽ നമ്പ്യാർ. 10 വർഷക്കാലമായി ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യം ഭരിക്കും. എന്നിട്ട് ഞങ്ങളുടെ ആന്റി ഇൻകംബൻസി ഏറ്റവും കൂടുതൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ ഇത്തവണ 240 സീറ്റുകളിലേക്ക് ജയിച്ചു. 10% സീറ്റിലേക്ക് ജയിക്കാൻ ഈ 8 വർഷക്കാലം ഭരിച്ച പിണറായി വിജയന് സാധിച്ചോ? 10% സീറ്റിലേക്ക് ജയിക്കാൻ സാധിച്ചോ? എങ്കിൽ പറഞ്ഞ 2 സീറ്റ് ജയിക്കണമായിരുന്നു. ഒരു സീറ്റിൽ അവർക്ക് ജയിക്കാൻ സാധിച്ചുള്ളൂ. അപ്പൊ ഇടതുപക്ഷത്തിനകത്ത് CPIയും CPMും ഒക്കെ ഇന്ന് ഉന്നം വെക്കുന്നത് ഭരിക്കുന്ന കാലം അത്രയും മാക്സിമം വാരി കൂട്ടിക്കൊണ്ട് സമ്പത്ത് ഉണ്ടാക്കുക എന്ന് പറയപ്പെടുന്ന ലക്ഷ്യത്തിലേക്ക് അവർ മാറ്റി. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ, അവരുടെ വികസന കാഴ്ചപ്പാടുകൾ, ചെറുപ്പക്കാരോടുള്ള അവരുടെ ശൈലികൾ, പൊതുസമൂഹത്തിനോട് അവർക്കുള്ള കമ്മിറ്റ്മെന്റ്, ഇതൊക്കെ അവർ മറന്നു. അവർ ഇന്ന് എത്രത്തോളം അവരുടെ സമ്പാദ്യം ഉയർത്താം എന്നുള്ളതല്ലാതെ കേരളത്തോടോ അല്ലെങ്കിൽ സമൂഹത്തിനോടോ അല്ലെങ്കിൽ ഈ രാജ്യത്തിനോടോ ഒരു നീതിയും പുലർത്താത്ത ഇവർ രണ്ടുപേരുടെ ചർച്ച തന്നെ എത്ര നാളും ഈ സമൂഹം കേൾക്കുകയല്ലേ? എന്താ അവരുടെ പരാതി? ഇടതുപക്ഷം മന്ത്രിസ്ഥാനം കൊടുക്കാത്ത, ജില്ലാ പഞ്ചായത്ത് കൊടുത്തില്ല, പ്രോസിക്യൂട്ടറെ കൊടുത്തില്ല, ഇത്രയൊക്കെ പരാതിയല്ലല്ലോ. ആശയ ദാരിദ്ര്യത്തിൽ ഇടതുപക്ഷം വീണിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ വികസന അജണ്ട പുനഃപരിശോധിക്കുന്നു. ഇവരുടെ വികസന അജണ്ട, ഈ RJDയുടെ വികസന അജണ്ട എന്താ? കർഷകരോടുള്ള ഇവരുടെ നിലപാട് എന്താ? ഈ NCPയുടെ വികസന അജണ്ട എന്താ? ചെറുപ്പക്കാര് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇവരുടെ തീരുമാനം എന്താ? RJDയും ഈ NCPയും സിവിൽ സപ്ലൈസിന്റെ മേഖലയിൽ, റേഷൻ സംവിധാനത്തിൽ, പൊതുവിതരണ സമ്പ്രദായത്തിൽ, കർഷകനോടുള്ള സമീപനത്തിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, ക്ഷീര കർഷകനോടുള്ള നിലപാടിൽ, സാമ്പത്തിക സംവിധാനത്തിനോടുള്ള നിലപാടിൽ,
ശമ്പളം കൊടുക്കാൻ സാധിക്കാതെയും പെൻഷൻ കൊടുക്കാൻ സാധിക്കാതെയും ഉണ്ടായ വിഷയത്തിൽ KSRTCയുടെ ശമ്പള പ്രശ്നത്തിൽ ഇത്യാദി കേരളത്തിൽ നടക്കുന്ന പ്രധാന വിഷയങ്ങൾ ഈ RJDക്കുള്ള പങ്കെന്താ? ഈ RJDക്കുള്ള ഒരു തീരുമാനം എന്താ? ഇവരുടെ ഒരു നയമുണ്ടോ? ഈ NCPക്ക് ഒരു നയമുണ്ടോ? വോട്ട് ഇടതുപക്ഷത്തിന് ഒരു നയമുണ്ടോ? ഇല്ല. അനിൽ നമ്പ്യാർ, ഈ നിലപാടുകളും നയങ്ങളും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അന്നാന്നത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള ഗിമ്മിക്കുകളായിക്കൊണ്ട് വാക്കുകളും പുറം വാക്കുകളും ഈ ഇടതുപക്ഷവും വലതുപക്ഷവും നിയമസഭയിൽ ഇപ്പൊ പയറ്റുന്നു 2 ദിവസമായി നമ്മൾ കാണുന്നുണ്ട്. എന്താ VD സതീശൻ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ സ്ഥലത്ത് വോട്ടുകൾ കുറഞ്ഞു. അപ്പോ മുഖ്യമന്ത്രി എന്താ പറയുന്നത്? ഹിമാചൽ പ്രദേശിലും കർണാടകയിലും നിങ്ങൾക്ക് വോട്ട് കുറഞ്ഞു, നിങ്ങൾ രാജിവെക്കുമോ? അതുകൊണ്ട് ഞാനും രാജിവെക്കില്ല. അപ്പൊ സതീശൻ പറയുന്നു, നിങ്ങൾ അന്യനാട്ടിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഞങ്ങളുടെ വോട്ട് മേടിച്ച് ജയിച്ചവരല്ലേ, എന്നിട്ട് നാണമാകില്ലേ? ഈ ചക്കുളത്തിപ്പോരും ഈ പരസ്പര സഹകരണ മുന്നണി സംവിധാനവും ഒക്കെ കേരളത്തിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള വളർന്നു വരുന്ന തലമുറയടക്കമുള്ള അമ്മമാരടക്കമുള്ള എല്ലാ ജനങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു. പള്ളിയും അമ്പലവും ഇത്യാദി കാര്യങ്ങളും പറഞ്ഞ് വേർതിരിപ്പിച്ച് ഇവർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ഗിമ്മിക്കുകളെ തിരിച്ചറിയാനുള്ള ബോധത്തിലേക്ക് വളർന്നു വരുന്ന തലമുറയടക്കമുള്ള സമൂഹം ഇവ ശക്തമായിട്ട് കേരളത്തിൽ പഠിച്ചിരിക്കുന്നു. ഈ 4 ദിവസമായിട്ട് മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള BJPയോടുള്ള നിലപാടുകൾ നിങ്ങൾക്കറിയാം. എന്താണെന്ന് അറിയാമോ? ഇടതുപക്ഷ ഒരു ബ്രെയിൻ അവിടെ പ്രവർത്തിച്ചു, മാധ്യമ ബ്രെയിൻ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട്. ആ വ്യക്തിയെ തോൽപ്പിക്കാൻ ഇവർ ശ്രമം നടത്തി. അത് കഴിഞ്ഞ് അദ്ദേഹം അവരൊക്കെ വകച്ചു മാറ്റിക്കൊണ്ട് ജയിച്ചിട്ട് വന്ന സമയത്ത് ഇവരുടെ പൂങ്കണ്ണീരാണ് കേരളം കാണുന്നത്. എന്താ? ഇവർ ഉന്നയിച്ച അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിച്ച മന്ത്രിസ്ഥാനം അവർക്ക് കൊടുത്തില്ല. ഇവരാരാണ് തീരുമാനിക്കാൻ? ഈ മാധ്യമ പ്രവർത്തകർ ആരാണ്? സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്ക് തള്ളുമെന്നും ഇടതുപക്ഷം ഇങ്ങനെ കൊമ്പും കുലിക്ക് വരുമെന്നൊക്കെ പറഞ്ഞ മാതൃഭൂമിയും മനോരമയും റിപ്പോർട്ടറും അടക്കമുള്ള ചാനലുകൾ ഇപ്പൊ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തിൽ അവർ ഉദ്ദേശിച്ചതായില്ലെന്ന് ഇത്യാദി കാര്യങ്ങളും തട്ടിപ്പുകളും നടത്തുന്ന മാധ്യമങ്ങളും ഇത്യാദി തട്ടിപ്പുകൾ നടത്തുന്ന ഇടതുപക്ഷവും ഇത്യാദി തട്ടിപ്പിനൊക്കെ കൂട്ടുനിന്നുകൊണ്ട് എങ്ങനെയെങ്കിലും അടുത്ത തവണ ഭരണം പിടിക്കണമെന്നുള്ള മോഹവുമായി നടക്കുന്ന സതീശനും കൂട്ടുകാരും കേരളത്തിൽ നിഷ്പ്രഭമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയപ്പെടുന്ന സംസ്ഥാന ഘടകം ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടാണ് ഇത്തവണ 20% വോട്ട് ഷെയറിലേക്ക് ഞങ്ങൾ ഉയർന്നതും ഞങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥി ജയിക്കാൻ സാധിച്ചതും മറ്റ് സ്ഥാനാർത്ഥികൾ വിജയത്തിന്റെ അരികിലേക്ക് എത്താൻ സാധിച്ചതും. ഞങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും കൃത്യമായ അജണ്ടയോടുകൂടി തന്നെ ജനങ്ങളുടെ നടുവിൽ നിന്ന് പ്രവർത്തിച്ച് ഫ്ലോറിൽ നിന്ന് പ്രവർത്തിച്ച് ഈ RJD ഒന്നും ഓരോ തരത്തിലും ജനങ്ങളോട് സ്നേഹമുള്ളവരല്ല. സ്വന്തം സംവിധാനം കുറച്ച് പാർട്ടി നേതാക്കന്മാർ കൂടുന്ന ഒരു സംഘമായിട്ട് അവർ മാറിയിരിക്കുന്നു എന്നുള്ളത് മാത്രം. ഇടതുപക്ഷ മുന്നണിയെയും വലതുപക്ഷ മുന്നണിയും പരിപൂർണമായി നിഷ്പ്രഭമാക്കിക്കൊണ്ട് BJPയും NDA സഖ്യവും മുന്നോട്ട് വരും. ഒരു സംശയവും. വലിയ ആത്മവിശ്വാസത്തിലാണ് ഉല്ലാസ് ബാബു.